ഏത്തപ്പഴം കൊണ്ട് നമുക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. നന്നായിട്ട് പഴുത്ത തൊലിയൊക്കെ കറുത്ത അങ്ങനത്തെ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ടത് ആ അരച്ച പേസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മധുരമൊന്നും ചേർക്കണ്ട. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു സ്വല്പം പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ട് കുഴച്ച് ആ നനവ് കൊണ്ട് തന്നെ കുഴഞ്ഞോളും. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ മാത്രം നോക്കിയിട്ടൊരല്പം വെള്ളം ചേർത്ത് കുഴയ്ക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി കൊഴുക്കട്ടയുടെ പരുവത്തിൽ ഉരുട്ടി വയ്ക്കുക. മൊത്തം മാവും ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. വേകുമ്പോൾ ഒത്തിരി കട്ടിയില്ലാതിരിക്കാൻ വേണ്ടി ഒരു സ്വല്പം അയഞ്ഞിരിക്കണം മാവ്. എന്നാൽ അങ്ങ് ഒരുപാട് വെള്ളം പോലെ പോവുകയും ചെയ്യരുത്. എന്നിട്ട് അതൊരു അപ്പച്ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് വെന്ത് കിട്ടും. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതിട്ട് ഒന്ന് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരല്പം ശർക്കരപ്പൊടി ഇത്തിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് അതൊന്ന് ഉരുകി വരുമ്പം അതിലേക്ക് നമ്മൾ ഈ വേവിച്ച കൊഴുക്കട്ടയും കൂടി ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു നുള്ള ഏലക്കപ്പൊടിയും കൂടി ഇടാം. ഒന്ന് ഇളക്കി കോരിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഈ രണ്ടാമത് ചെയ്ത ഈ തേങ്ങയുടെ പരിപാടിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ടേസ്റ്റാണ്. പിന്നെ ഒന്നുകൂടെ ഒന്ന് ഡെക്കറേഷന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.